മാനന്തവാടിയിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പനെ തുരത്താനായില്ല. സമീപത്തെങ്ങും വനമേഖലയില്ലാത്തതാണ് തിരിച്ചടി. മണിക്കൂറുകളായി ജനവാസ മേഖലയിൽ തുടരുകയാണ് ആന. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന നടപടികൾ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ആന ഈ സമയത്ത് നിൽക്കുന്നിടത്ത് വെടിവെച്ചാൽ ചെറുപ്പമായതുകൊണ്ട് അത് ഓടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നാല് ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തത്. ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വയ്ക്കുന്നത് ദുഷ്കരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവും വാണിജ്യ മേഖലയുമാണത്. അവിടെ നിന്നും കാട്ടാനക്കൂട്ടത്തെ പിരിച്ചു കാട്ടിലേക്ക് അയക്കണമെങ്കിൽ സാഹസികമായ ഒരു ജോലിയാണ് ചെയ്തു തീർക്കാനുള്ളത്. ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വെക്കാൻ സാധ്യമല്ല. അത് അത്യന്തം അപകടമാണ്. മാനന്തവാടി പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിൽ തന്നെ സുരക്ഷിതമായി നിർത്താനും മറ്റുള്ളവരോട് സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഹാസറിൽ നിന്ന് പിടികൂടി കർണാടക വനം വകുപ്പ് കാട് കയറ്റിയ ആനയാണിത്. അതേസമയം കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ മാനന്തവാടി ടൗണിലെ കടകൾ അടച്ചു വ്യാപാരികൾ. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്തും സജോ ദേവസ്യയും ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മയക്കുവെടി വെക്കുമെന്ന് കളക്ടർ പറയുമ്പോൾ ഇത് ജനവാസ കേന്ദ്രമായതിനാൽ അതിനൊരു പ്രയാസമുണ്ടെന്നാണല്ലോ മന്ത്രി പറയുന്നത്. കൃത്യമായൊരു മറുപടിയാണ് വന്നിട്ടുള്ളത്. കളക്ടർ പറയുന്നത് മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയ്ക്ക് കൈമാറും എന്നുള്ളതാണ് കളക്ടറുടെ മറുപടി. എന്തായാലും ഇപ്പോൾ ആന അവിടെ കിടക്കുകയായിരുന്നു, ഏതാനും നേരമായി ഈ കൊല്ലിയിൽ കിടക്കുകയായിരുന്നു. അതിനുശേഷം അത് എഴുന്നേറ്റ് വാഴത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു തെങ്ങിൻ്റെ ഓല വലിച്ചു കീറി അത് തിന്നുന്ന ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് ഒരു 150 മീറ്റർ അകലെയായി ആനയുടെ സാന്നിധ്യം കാണാം. നഗരത്തിൻ്റെ ഒത്ത നടു, അവിടെയാണ് ഈ ആനയുടെ സാന്നിധ്യം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആളുകൾ ആശങ്കയോടുകൂടി ചുറ്റിലും തടിച്ചുകൂടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഇനി മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അത്തരം ദൗത്യം നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി. ആ ദൗത്യത്തിലേക്ക് അതിൻ്റെ ഔദ്യോഗികമായ ഉത്തരവ് ഇറങ്ങണം. ആ ഉത്തരവ് സംസ്ഥാന വനംവകുപ്പ് മേധാവിൽ നിന്നും ഇറങ്ങണം. ആ ഇറങ്ങിയ ശേഷം മാത്രമേ മയക്കുവെടി വെക്കുന്ന ദൗത്യത്തിലേക്ക് കിടക്കൂ. കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ മയക്കുവെടി വെക്കുന്നതിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഈ ആനയെ ഓടിച്ച് വനത്തിലേക്ക് കയറ്റുക എന്നുള്ളത് തീർത്തും അപ്രായോഗികവും അത് അപകടം നിറഞ്ഞതുമായ ഒരു കാര്യമാണ്. വനമേഖലയാണ് വനമേഖല ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മാനന്തവാടിയുടെ ഏതാണ്ട് ഒരു 5 മുതൽ 8 കിലോമീറ്റർ വരെ അകലെയാണ് ഈ വനമേഖല നിലനിൽക്കുന്നത്. അതായത് മക്കിമല, കമ്പമല തുടങ്ങിയ വനമേഖലയുള്ളത് തലപ്പുഴ പ്രദേശത്താണ്. തിരുനെല്ലിക്കാടിൻ്റെ ഭാഗമായ കാട്ടിക്കുളത്തിനപ്പുറത്തേക്ക് വനമേഖലയുണ്ട്. എന്തായാലും ആ പ്രദേശത്തേക്ക് ഈ ആനയെ തുരത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം. കാരണം ജനവാസ കേന്ദ്രമാണ് ചുറ്റിലും. മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിലാണ് ഈ ആന നിലനിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വനം വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയാലുടൻ മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കും. ആന ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ, അതായത് നേരത്തെ അത് അല്പസമയം ഇവിടെ 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം ആ കൊല്ലിയിൽ നിലയുറപ്പിച്ചു. അതിനുശേഷം ഇത് കൊല്ലിക്ക് സമീപത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലായി അത് കിടക്കുകയായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് പതുക്കെ നടന്ന് നീങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അത് അല്പം ഉള്ളിലേക്കായി അത് വലിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആനയെ പിടികൂടുക, മയക്കുവെടി വെച്ച് പിടികൂടുക, അതിനുശേഷം റേഡിയോ കോളർ കർണാടകയുടേതാണ്, കർണാടകയ്ക്ക് തന്നെ കൈമാറുക എന്നുള്ള തരത്തിലാണ്. ആവശ്യമെങ്കിൽ കർണാടക വനംവകുപ്പിൻ്റെ സഹായം കൂടി തേടും എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ആ
ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് വാർഡൻ, അതോടൊപ്പം ഇവിടുത്തെ CCF നോർത്തേൺ CCF ആയിട്ടുള്ള ദീപ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ ഒരു സുരക്ഷിതമായ രീതിയിൽ തന്നെ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടിക്കൊണ്ട് അതിന് കർണാടകയ്ക്ക് കൈമാറേണ്ടതുണ്ട്. ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണിപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ക്രിസ്റ്റീന.